മമ്മൂട്ടിക്ക് ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ച തിരക്കഥാകൃത്താരാണ്? തീർച്ചയായിട്ടും MDയുടെ പേര് തന്നെയായിരിക്കും നമ്മളിൽ എല്ലാവർക്കും ആദ്യം തന്നെ പറയാൻ സാധിക്കുക. കാരണം മമ്മൂട്ടിക്ക് ആദ്യമായിട്ട് ദേശീയ അവാർഡ് നേടാൻ സാധിച്ചത് MDയുടെ കഥാപാത്രമായിട്ടുള്ള ചന്തുവിനെ അവതരിപ്പിച്ചപ്പോഴാണ്. കൂടാതെ മമ്മൂട്ടിക്ക് ഏറ്റവും കൂടുതൽ തവണ സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്തതും മറ്റ് അവാർഡുകൾ നേടിക്കൊടുത്തതൊക്കെ MDയുടെ കഥാപാത്രമായിട്ട് മമ്മൂട്ടി തകർത്തഭിനയിച്ചപ്പോഴാണ്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം MDയുടെ കഥാപാത്രമായി മമ്മൂട്ടി വരുന്നു എന്ന ഒരു എക്സൈറ്റ്മെന്റോടു കൂടിയാണ് മനോരഥങ്ങൾ എന്ന ആന്തോളജി കാണാനിരുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് പ്രതീക്ഷ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വളരെയധികം ക്യൂരിയോസിറ്റി ആയിരുന്നു ഇതിലെ ഓരോ രംഗങ്ങളും കാണാൻ. അപ്പോൾ നമ്മുടെ പ്രതീക്ഷകൾക്കൊത്ത് ഈ ഒരു സിനിമ ഉയർന്നു എന്നറിയണമെങ്കിൽ ഞാൻ ഈ വീഡിയോ മുഴുവനായിട്ട് പറഞ്ഞു തീർന്നവരെ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ ZEE5 ഓഗസ്റ്റ് 15 റിലീസായിട്ടുള്ള മനോരഥങ്ങൾ എന്ന ആന്തോളജി സിനിമയിലെ രണ്ടാമത്തെ എപ്പിസോഡാണ് മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ള കടുകണ്ണാവ ഒരു യാത്രക്കുറിപ്പ്. MDയുടെ കടുകണ്ണാവ ഒരു യാത്രക്കുറിപ്പ് എന്ന ചെറുകഥയെ ആസ്പദമാക്കി MD തന്നെ തിരക്കഥ രചിച്ച് രഞ്ജിത്താണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒരു ചെറുകഥ കാണുന്ന ഫീലോടുകൂടിയാണ് രഞ്ജിത്ത് ഈ ഒരു സിനിമയെ അവതരിപ്പിച്ചിരിക്കുന്നത്. രഞ്ജിത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ രഞ്ജിത്തിന്റെ മുമ്പത്തെ കയ്യൊപ്പ് എന്ന സിനിമയുടെ ആ ഒരു സിനിമ കാണുന്ന ഫീലോടുകൂടിയാണ് ഈ ഒരു സിനിമയെ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. വളരെ ക്ലാസിക് ആയിട്ടുള്ള ദൃശ്യവൽക്കരണമാണ് ഈ ഒരു ചെറുകഥയ്ക്ക് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. ഈ സിനിമയിലെ മമ്മൂട്ടിയുടെ അഭിനയത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ മമ്മൂട്ടിക്ക് കാര്യമായിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു കഥാപാത്രമായിരുന്നില്ല. ഇതൊരു യാത്രാക്കുറിപ്പാണ്. അപ്പോൾ 1994 ശ്രീലങ്കയിലേക്ക് പുറപ്പെടുന്ന MD വാസുദേവൻ നായരുടെ ഒരു യാത്രാക്കുറിപ്പിൽ നിന്നാണ് ഈ ഒരു കഥ ഉണ്ടാകുന്നത്. അപ്പം ഇത് MDയുടെ ആത്മകഥാംശമുള്ള ഒരു കഥയാണ് എന്നാണ് ഇത് അവതരിപ്പിച്ച കമൽഹാസൻ തന്നെ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സീനിയർ ആയിട്ടുള്ള പത്രാധിപരായിട്ടുള്ള വേണുഗോപാൽ എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി ഇതിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ മമ്മൂട്ടി ശ്രീലങ്കയിലേക്ക് ഒരു വിസിറ്റിന് പോവുകയും അവിടെ വെച്ച് ചില പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നതാണ് ഈ സിനിമ ഇതിവൃത്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു സിനിമ കാണുമ്പോൾ മമ്മൂട്ടി ഫാൻസിന് കുറച്ച് നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഇതിൽ മമ്മൂട്ടിയുടെ സ്ക്രീൻ പ്രസൻസ് വേണ്ടത്ര ഇല്ല എന്നുള്ളതാണ്. കാരണം ഇതിൽ മമ്മൂട്ടിയുടെ ബാല്യകാലമാണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാലതാരമായിട്ട് അഭിനയിച്ചിട്ടുള്ള നടനാണ് കൂടുതൽ സ്ക്രീൻ പ്രസൻസ് എന്ന് തന്നെ പറയാം. ഈ സിനിമയിൽ മമ്മൂട്ടിയുടെ അമ്മയായിട്ടാണ് അനുമോൾ അഭിനയിച്ചിട്ടുള്ളത്. വളരെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും അതിശയോക്തിയുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ സിനിമയിൽ മമ്മൂട്ടിയുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് വിനീതാണ്. അപ്പം ബാല്യകാലത്താണ് വിനീത് മമ്മൂട്ടിയുടെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. വളരെ നല്ല പെർഫോമൻസ് ആണ്. അല്ലെങ്കിൽ വിനീത് ചെയ്തതിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു. അദ്ദേഹം വളരെ നല്ല രീതിയിൽ ആ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും MDയുടെ ചെറുകഥയുടെ അന്തസ്സത്ത ഒട്ടും ചോർന്നു പോവാതെ MDയുടെ തിരക്കഥയോട് പൂർണ്ണമായും നീതി പുലർത്തിക്കൊണ്ട് തന്നെയാണ് രഞ്ജിത്ത് ഈ ഒരു സിനിമയെ അവതരിപ്പിച്ചിരിക്കുന്നത്. കടുകണ്ണാവുന്ന ഈ ഒരു എപ്പിസോഡ് എന്റർടൈൻമെന്റ് പ്രതീക്ഷിച്ചു പോകുന്നവരെ സംതൃപ്തിപ്പെടുത്താനാവുമെന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഒരു മമ്മൂട്ടിയുടെ മറ്റു സിനിമകളിലെ പ്രകടനത്തേക്ക് വെച്ച് കമ്പയർ ചെയ്തിട്ട് ഈ ഒരു സിനിമ അതിഗംഭീരം എന്ന് പറയാനും സാധിക്കില്ല. തീർച്ചയായിട്ടും മനോരഥങ്ങളിലെ മികച്ച ഒരു എപ്പിസോഡ് തന്നെയാണ് കടുകണ്ണാവ ഒരു യാത്രക്കുറിപ്പ്. അപ്പോൾ ZEE5 റിലീസായിട്ടുള്ള മനോരഥങ്ങൾ എന്ന ആന്തോളജി സിനിമ നിങ്ങൾ കാണുക. നിങ്ങൾക്ക് ഇതിൽ ഏത് എപ്പിസോഡാണ് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾക്ക് ഇവിടെ കമൻറ്റായി രേഖപ്പെടുത്താം. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അതും നിങ്ങൾക്ക് ഇവിടെ കമൻറ്റായി രേഖപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇതുപോലെ ഒരുപാട് ഇൻഫോർമാറ്റീവ് ആൻഡ് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുപോലെ ദിസ് ഈസ് ജുബൈർ സൈനിങ് ഓഫ്. ബൈ.